ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റാഫെല്ലോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് 2 കപ്പ്. അതിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബാക്കി വെച്ചിട്ടുള്ള പാല് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 50 ഗ്രാം മിൽക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് അല്പം തിക്കായിട്ട് വന്നു തുടങ്ങും. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ പിടിച്ചു പോവും. അപ്പോൾ ഇതിവിടെ ഏകദേശം നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത ശേഷം ഒരു 5-6 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് പാലും പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാലിലേക്ക് ഓരോ ബ്രെഡും നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. തേങ്ങയുടെ ബ്രൗൺ കളർ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ട് ഒരു പാനിലിട്ട് നന്നായി ചൂടാക്കി എടുത്തതാണിത്. അപ്പോൾ ഇത് ചൂടാക്കി എടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതിൻ്റെ കളറൊന്നും അങ്ങ് മാറിപ്പോവരുത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.